ഇവിടെ ഞാൻ കണ്ടൊരു കാര്യമാണ് ഓട്ടോ ബ്രേക്സ് കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ വരുന്ന വഴിക്ക് ഇതുപോലൊരു ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. ഓട്ടോ ബ്രേക്കിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചർ നല്ലതാണ്, പക്ഷേ ചില സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പം ഞാനത് ശരിക്കും ഇന്ന് ട്യൂസോൺ എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം ഞാൻ ബ്രേക്ക് ചെയ്തു, ഒരു ഫ്രണ്ടിലൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴി കണ്ടാന്ന് തോന്നുന്നു വാഹനം സട്ടനായിട്ട് ബ്രേക്ക് ചെയ്തു. ബാക്കിൽ നിന്ന് വന്ന വാഹനം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവൻ ചവിട്ടിയപ്പം കിട്ടി. അല്ലാത്തൊരു പക്ഷമായിരുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നേനെ. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് ബ്രേക്ക് ചെയ്യുന്നതും വാഹനം സ്വന്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതും. വാഹനം സ്വന്തമായിട്ട് മര്യാദയ്ക്ക് ബ്രേക്ക് ചെയ്താൽ കുഴപ്പമില്ല, ബട്ട് നമ്മൾ ചിലപ്പോൾ സഡനായിട്ട് വരുന്ന സമയത്ത് ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാഹനം ചെയ്തതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് ഇതിനകത്ത് തന്നെ ഡ്രൈവർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാനത് എടുത്തു. അതിനകത്ത് തന്നെ ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് അല്ല, നമുക്കതിനകത്ത് തന്നെ ഫോർവേഡ് സേഫ്റ്റി ഉണ്ട്. ഫോർവേഡ് സേഫ്റ്റിക്കകത്ത് ആക്റ്റീവ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് കൊളീഷൻ അവോയ്ഡൻസ് ബൈ പ്രൊവിഷൻ ഓഫ് എ വാർണിംഗ് ആൻഡ് വെഹിക്കിൾ കൺട്രോൾ വെൻ എ റിസ്ക് ഓഫ് ഫോർവേഡ് കൊളീഷൻ ഈസ് ഡിറ്റക്റ്റഡ്. അതായത് വാഹനം ഒരു കൊളീഷൻ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. ഇത് വാണിംഗ് ഉള്ളി ഇടുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും, വേറൊന്നും കൊണ്ടല്ല. ഇതെൻ്റെ പേഴ്സണൽ സജഷനാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലത്തെ വാഹനം യൂസ് ചെയ്തിട്ട് ഇങ്ങനൊരു ബ്രേക്കിംഗ് അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. വേറൊന്നും കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ത്രെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ത്രെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു റോഡ് കണ്ടീഷനില്ല, ഈ ഒരു റോഡ് കണ്ടീഷനിൽ റോഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം പോലും നമ്മുടെ ഈ വാഹനം സെൻസ് ചെയ്ത് പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഒരു കുഴിക്കകത്ത് പോവുക, സഡനായിട്ട് ബ്രേക്ക് ചവിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ചവിട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 വട്ടം എനിക്ക് ഈ വാഹനം ഓടിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നി. അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ തപ്പിയെടുത്ത് ഈ ഒരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം ഒന്ന് വാണിംഗ് ഉള്ളി ഇടുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള സജഷനാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കാം. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവരും കൂടെ ഒന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഞാൻ കണ്ടൊരു കാര്യമാണ് ഓട്ടോ ബ്രേക്സ് കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ചില സമയത്ത് ഇത് ഭയങ്കര ഗുണമായിരിക്കും, ചില സമയത്ത് ഇത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ടും ചെയ്യും. കാരണം നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വരുന്ന വാഹനം ഇടിക്കാനുള്ള ടെൻഡൻസി, അതായത് അവരും സഡനായിട്ട് അതുപോലൊരു ബ്രേക്ക് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല.